എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് കോടനാട് വരെ പോവാം കേട്ടോ. ശരിക്കും ആദംകുട്ടിന് ആനേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആനയെ അവൻ ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, ഒരു 9 മാസമൊക്കെ ആയപ്പോഴായിരുന്നു. അപ്പോൾ അവനത് അറിയത്തൊന്നുമില്ല. ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ചെടുക്കുമ്പോൾ ആനയുടെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അവനെ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ആന എന്താ വലിയൊരു ജീവിയാതോ അതൊന്നും അവനെ അറിയത്തില്ല. ഒരു കുഞ്ഞു സാധനം ഓർത്തോണ്ടാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യകുട്ടൻ ആദ്യമായിട്ട് ആനയെ കാണാൻ പോവാ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടാ. ഏകദേശം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ആദംകുട്ടനും ഹസ്ബൻഡും ഞങ്ങൾ 3 പേരും കൂടെയാട്ടോ പോകുന്നത്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറുള്ള യാത്രയാട്ടോ. അതുകൊണ്ട് എന്നെ കാണാൻ പോകുന്നേ? ആനയെ കാണാൻ പോവാണോ? ആനാന്ന് പറഞ്ഞേ, ആനാന്ന് പറഞ്ഞേ. അതുകൊണ്ട് അത്ര നല്ല മൂഡിലല്ല കേട്ടോ. അപ്പോൾ അവന് ഉറങ്ങേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവന് ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് അവൻ മിണ്ടാണ്ടിരിക്കണം. അത് ഈ തൊട്ടുപുറകെ ആദംകുട്ടൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ നമ്മുടെ കാറിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം അവിടെ അടുത്തെത്തിട്ടോ. ഇവിടെ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആദംകുട്ടൻ എണീറ്റു. അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ തന്നെ ആദംകുട്ടൻ എണീറ്റ് ചെറിയ ചിത്താന്തം വാശിയൊക്കെ ആയി തുടങ്ങി. പിന്നെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുത്ത് അവനെ ഓക്കെ ആക്കി. പിന്നെ ഞങ്ങളത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതായിരുന്നു ശരിക്കും സ്ഥലം. ഇനി ഇവിടെ പാസ്സുണ്ട്, പാസ്സൊക്കെ എടുക്കണം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പാസ് ഉണ്ടായിരുന്നു. പാസ് മുതിർന്നവർക്ക് 100 രൂപ, പിന്നെ കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ. പോവാ ഞങ്ങൾ ആനയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ട്. ഇവിടെ ആന ഉണ്ടോയെന്ന് പോലും പറയത്തില്ല. ഞങ്ങൾ കുറേ പേര് മുന്നേ നടക്കുന്നുണ്ട്. അവരുടെ പുറകെ തന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കുറേ നടക്കാനുണ്ട്. ശരിക്കും ഞങ്ങൾ ആനയെ കാണാൻ വന്നിട്ട് ആനേനൊന്നും കണ്ടില്ല കേട്ടോ. ഇത് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ചോദിക്കാൻ പോലും ഇവിടെ ആരില്ല. നേരെ കയറി വന്നു. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു കയറിയാണ്ട് പുഴ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോൾ കുട്ടികളുടെ പാർക്കെന്ന് കണ്ടിട്ടോ. ആകപ്പാടെ പാർക്കിലുണ്ടായിരുന്നത് ഈ ഒരു ഊഞ്ഞാൽ മാത്രമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഊഞ്ഞാലാടെ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഊഞ്ഞാലാടി. പുറകെ ഞാനും കുറച്ച് നേരം ആടിയിട്ട് എന്തായാലും ഇവിടം വരെ വന്നല്ലേ നോക്കുകൊണ്ട് ഇവിടെ ഒരു ഏറുമാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവരൊക്കെ ഇങ്ങനെ കയറുന്നത് കണ്ടു. എന്നാൽ പിന്നെ ഞാനെങ്കിലും കയറാൻ നിർത്തുകൊണ്ട് ഞാൻ കൊച്ചിനെ കേൾപ്പിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇച്ചിരി പാടായിരുന്നു കേട്ടോ കയറാൻ. മുകളിൽ ചെന്ന് ചെറിയൊരു പേടി വരും. കാരണം ആ സ്റ്റെപ്പ് ഒരു വേറെ രീതിയിലായിരുന്നു. പിന്നെ മുകളിൽ എങ്ങനെയൊക്കെയോ ചെന്ന് വിട്ടു. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഹസ്ബൻഡിനോട് കയറാൻ പറ്റില്ല, നല്ല പേടിയാവും, അതുകൊണ്ട് കയറണ്ടാന്ന്. പിന്നെ അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചെറിയൊരു ഒരു അനക്കമൊക്കെ തട്ടുന്നുണ്ട്. അതിൻ്റെ ഫ്ലോറൊക്കെ ചെറിയ എന്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹൈറ്റ് പേടിയുള്ള ആളാട്ടോ കയറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതാ കയറണ്ടാന്ന്. കേറില്ല. കയറുമായിരിക്കും, പക്ഷെ തിരിച്ചിറങ്ങാൻ നല്ല പാടാ. കയറി നോക്കിയോ. നമ്മൾ വന്ന വഴി മാറിപ്പോയായിരുന്നു കേട്ടോ. ആന ഈ വഴി റൂട്ടിലാണ്. അപ്പം നമ്മൾ ആനയെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കട്ടോ. ആനയുണ്ട് എന്തായാലും. ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഏകദേശം ഞങ്ങൾ ആനയെ കാണാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എത്തിയിട്ടുണ്ട്. ആദംകുട്ടനെ അപ്പം എടുത്തു. ഇച്ചിരി നടക്കാനുണ്ട്, മടുത്തു.
ഒരുപാട് നാളുകൂടെ ഞാൻ നടക്കണം, അതുകൊണ്ട് മടുത്തു. അതാ എന്നാ അത് അതിനാ വേണ്ട, അത്ര മതി. ഹായ്, ഞങ്ങൾ ആനേനൊക്കെ കണ്ടു കേട്ടോ. ഒരു 7 ആനയൊക്കെ ഉള്ളൂ ഇവിടെ. ആദംകുട്ടന് അത്ര എക്സൈറ്റഡ് ഒന്നും ആയിട്ടില്ല. സാധാ കുഞ്ഞ് കളിപ്പാട്ട ആനയെ കണ്ടു കഴിഞ്ഞാൽ ആന ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു. ഇത്തവണ ആനയെ കണ്ടിട്ട് അവൻ വലിയ ഒരു ഇതൊന്നും കാണിച്ചില്ല. ഞങ്ങളപ്പോൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുമ്മാ പറമ്പിലൊക്കെ കെട്ടിയാക്കണേ. ആദ്യകുട്ടൻ അപ്പയുടെ തോളിൽ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യകുട്ടന് സുഖം, നമ്മളിങ്ങനെ നടക്കണം. അങ്ങനെ ഞങ്ങൾ ആനയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോകട്ടോ. അതിനിപ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ കേട്ടോ. പാസ്സൊക്കെ എടുക്കുമ്പോൾ ചേഞ്ച് കൊടുക്കും. നമ്മൾ ഗൂഗിൾ പേ ഇല്ലായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ക്യാഷ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു. ക്യാഷ് ആയിട്ട് മേടിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഗൂഗിൾ പേ തന്നെ ഇട്ടു. വരുന്ന വഴിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു അടുത്തുള്ളൊരു കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതുകൊണ്ടിനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് ചായ കുടിക്കാനാണ് പോയത്. പിന്നെ ഒരു 3 മണി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയപ്പോൾ ആ സമയം ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോയത്.